ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നിഫ്റ്റിയുടെ ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ്. ഏതൊക്കെ ലെവലിലാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ട്രേഡിംഗ് റേഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മന്ത്ലി ചാർട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മന്ത്ലി ചാർട്ടിൻ്റെ പ്രീവിയസ് ഹൈയും ലോയും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് ഈ വീക്കിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് നമുക്കിവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് നമുക്ക് അടുത്ത ഇൻട്രാഡേ ട്രേഡിംഗ് റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈയും ലോയും തമ്മിൽ ഫിബ് വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും നമുക്ക് കിട്ടും. അപ്പോൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പ്രീമിയം സോണിൽ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ സെല്ല് ചെയ്യും, കൂടുതലായിട്ട് സെല്ലിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. ഡിസ്കൗണ്ട് സോണിൽ നമ്മൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 0.5 ഇക്വിലിബ്രിയം പൊസിഷനും പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും കിട്ടി. ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിൽ നമുക്ക് ലെവൽസുകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രീമിയം സോണിൻ്റെ ഒരു പകുതിയോളം ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് താഴത്തേക്ക് ഒരു കറക്ഷൻ വരാനുള്ള ലെവലുകളും ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കാനുള്ളത്. ഇൻ കേസ് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ടെസ്റ്റ് ചെയ്യാനും ഈ വീക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിവിടെ വീക്ക്ലിയിൽ നമുക്കിവിടെ ഒരു FEG നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത്. 25,000 എന്ന് പറയുന്നത് ഈ FEGക്ക് ജസ്റ്റ് ബിലോ ലെവലാണ് നമ്മുടെ മാർക്കറ്റ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ FEG നിൽക്കുന്നത് പ്രീമിയം സോണിലാണ്. അപ്പോൾ അവിടെ നിന്നൊരു റിവേഴ്സലിന് ചാൻസ് കൂടുതലാണ്. ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ വീക്ക്ലി ഈ ക്യാൻഡിലിൻ്റെ മുകളിലായിട്ടുള്ള ആ വിക്ക് നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ കുറേ പോയിൻറ്റ്സുകളുണ്ട്, എന്തായാലും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ഉള്ളത് ഒരു റിവേഴ്സലിന് ചാൻസ് ഉള്ള ഏരിയയിലാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി ചാർട്ടിൽ മേജറായിട്ടൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് മാർക്ക് ചെയ്യാം. എല്ലാ ഗ്യാപ്പുകളും ടെസ്റ്റ് ചെയ്ത് അത് എല്ലാ ഗ്യാപ്പുകളും എടുത്തിട്ടാണ് അടുത്ത മൂവ്മെൻറ്റുകൾ നടക്കുക. ഇപ്പോൾ ഈ ഗ്യാപ്പ് നല്ല ഗ്യാപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ കവർ ചെയ്തില്ലെങ്കിൽ തന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്യാണ്ട് പോവുകയില്ല. അതുകൊണ്ട് ആ ഗ്യാപ്പുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ടൈം ഫ്രെയിമിൽ കുറച്ചും കൂടി ലോവർ ടൈം ഫ്രെയിമായ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയയിൽ ഇവിടെ നിന്ന് നമുക്കൊരു BOS കിട്ടിയതിന് ശേഷം ഇവിടുത്തെ BOS കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് BOS മാർക്ക് ചെയ്യാം. അപ്പോൾ BOS കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ ഏരിയയിൽ നിൽക്കുന്നത്. അപ്പോൾ കൺസോൾട്ടേഷൻ ഏരിയയിൽ അതിൻ്റെ അർത്ഥം എന്തിനാ, കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്ന് ഒരു മാനിപ്പുലേഷൻ നടത്തി കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ ഈ കൺസോൾട്ടേഷൻ ഏരിയ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാ കൺസോൾട്ടേഷൻ ഏരിയേൻ്റെ ഹൈയും ലോയും നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയുടെ ലോ എന്ന് പറയുന്നത് ഒരു മേജറായിട്ടുള്ളൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഇനി നമുക്കിതിൻ്റെ ഹൈ എന്ന് പറയുന്നത് മേജറായിട്ടുള്ള ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലും നമുക്ക് റിവേഴ്സൽ ചാൻസുകൾ കൂടുതലാണ്. ഇൻട്രാഡേക്കൊക്കെ നമുക്ക് ഈ ലെവലുകൾ വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മൾ ഡെയിലി 50 മിനിറ്റ്സിൻ്റെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ടെലിഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക, ഫ്രീ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നല്ല നല്ല ലെവൽസുകൾ വരുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് 4 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസുകൾ നമുക്ക്
മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മേജറായിട്ടുള്ള 2 ലിക്വിഡിറ്റി ഏരിയാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് അവിടെ നമുക്കൊരു വലിയൊരു ഗ്യാപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഗ്യാപ്പുകളും റീടെസ്റ്റ് ചെയ്തിട്ടാണ് ഇനിയൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴായാലും ഇപ്പോൾ ഇനി അടുത്ത ആഴ്ച മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും താഴത്തേക്ക് വരും. താഴത്തേക്ക് വന്ന് ഈ ലെവലുകളൊക്കെ എടുത്തിട്ടായിരിക്കും ഇനിയൊരു മൂവ്മെൻറ്റിനുള്ള ചാൻസുകൾ കിട്ടുന്നത്. അപ്പം ഇപ്പോൾ നമ്മുടെ കണ്ടീഷനിൽ ഏറ്റവും അടുത്ത് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ആ കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് തന്നിട്ട്, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ട് നമ്മുടെ FEGയിൽ ടാപ്പ് ചെയ്തിട്ടോ നമുക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ ഒരു കറക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. എന്നിട്ട് നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയയിൽ ആ ഗ്യാപ്പിൻ്റെ ഏരിയയിലേക്ക് വരാനുള്ള ചാൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമായ 1 hour ചാർട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടിയും ലെവൽസുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. കുറച്ചും കൂടി മൈനറായിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റികളും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റികളും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെ തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ഇൻട്രാഡേ ലെവൽസിലൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഒരു 1:5 റേഷ്യോയിലൊക്കെ നമുക്ക് ട്രേഡുകൾ ചെറിയ സ്റ്റോപ്പ് ലോസിലൊക്കെ എടുക്കാവുന്ന ലെവലുകളൊക്കെയാണ് ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ്. അപ്പോൾ എന്തായാലും ഈ ഒരു മുകളിലെ സൈഡിൽ നോക്കിയാലും നമുക്ക് ഇവിടെ തൊട്ട് താഴെ നമുക്കൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കൂടി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് റിവേഴ്സിൽ ചാൻസുകൾ ഉള്ള ഒരു ഏരിയയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ നമുക്ക് ഈ കൺസൾട്ടേഷൻ ഇപ്പോൾ ഈ 1 വീക്കായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ഇനി ഒരു വീക്കും കൂടി ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസുകളും കൂടി നമുക്ക് മേ ബി എക്സ്പെക്റ്റ് ചെയ്യാം, നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ തന്നെ ഈച്ച് ലെവലിൽ നമുക്ക് ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള 1 hour ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഏരിയയിൽ വന്നാലും നമുക്കൊരു റിവേഴ്സലിനുള്ള ഒരു ചാൻസ്, ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് മാത്രം നിങ്ങൾ ഈ ലെവലുകളിൽ നിന്ന് ട്രേഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 1:3 മിനിമം കിട്ടുന്ന ഒരു ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മേജറായിട്ടുള്ള ഈ ലെവലുകൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഒരു നിഫ്റ്റിയിൽ ഒരു മേജർ കറക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റാണ് കഴിഞ്ഞ കുറച്ച് വീക്സായിട്ട് നിഫ്റ്റിയിൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കറക്ഷൻ ഈ ഏരിയയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം FEGക്ക് തൊട്ടും താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അതിൻ്റെ അടിയിൽ നിന്നുള്ള ലിക്വിഡിറ്റി ഏരിയാസൊക്കെ നമുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് താഴെ വരാനുള്ള ചാൻസുകളൊക്കെ വളരെയധികം കൂടുതലാണ്. നമ്മൾ ഈ FEG ഏരിയയിൽ തന്നെ മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് ഉണ്ട്. അവിടെ നമുക്കൊരു ഗ്യാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുത്തിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് പോയിട്ട് നമുക്ക് താഴെ നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഈ ഗ്യാപ്പിൻ്റെ ഏരിയയിൽ ഈ ഗ്യാപ്പും ഫില്ല് ചെയ്ത് അതിന് തൊട്ട് താഴെയുള്ള കുറച്ച് ലെവൽ, ആ തൊട്ട് താഴെയുള്ള ലെവൽസുകൾ എന്ന് പറയുന്നത് അവിടെ 2 സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കൂടി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനാണ്. നമ്മുടെ മന്ത്ലി ചാർട്ടിൻ്റെ ഫിപ്പ് വെച്ച് വരച്ചിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം ലെവലും കൂടിയാണ് ആ ലെവൽ. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു റിവേഴ്സൽ എപ്പോഴും നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ 0.5 ലെവലിൽ നമുക്ക് റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് വീണാൽ തന്നെ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഈസി ആയിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീക്കിലി അനാലിസിസ് എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് FEGയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ FEGയുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 1 hour ടൈം ഫ്രെയിമിലുള്ളൊരു ഗ്യാപ്പ്. ആ ഏരിയയിൽ വന്നിട്ട് അതിൻ്റെ തൊട്ട് ആ ഗ്യാപ്പിൻ്റെ തൊട്ട് ടാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ മാർക്കറ്റ് വീഴാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് വീക്കിലേക്ക്. അപ്പോൾ ഇതും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ട ലെവലുകളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് ട്രേഡുകൾ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് മേജർ ലെവൽസുകൾ നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ടുള്ള ട്രേഡുകൾ എടുക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ നല്ല ഈ ലെവലുകളൊക്കെ എന്തായാലും ടെസ്റ്റ് ചെയ്യേണ്ട. ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഒന്നും എടുക്കാണ്ട് മാർക്കറ്റിന് മൂവ്മെൻറ്റ് നമുക്ക് തരില്ല. അപ്പോൾ ഒന്നിൻ്റെ മുകളിലുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ താഴെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഈ ലിക്വിഡിറ്റീസ് ഒന്നും എടുക്കാണ്ട് ഇനിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ലെവൽസുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. പുതിയൊരു വീഡിയോയും വരുന്നവരെ ബൈ.